ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പുതിയതായിട്ടുള്ളൊരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്നത് വല്ല ഡേ ഇൻ മൈ ലൈഫോ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ അങ്ങനത്തെ കോണ്ടന്റ്സ് ആയിരിക്കും. പക്ഷേ ഐ തോട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരാളുള്ളപ്പോൾ എന്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൂടാന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇറ്റ് വിൽ ബി ഞാൻ പ്ലാൻ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട്, ഷീ ഈസ് വെരി വെർസറ്റൈൽ. അപ്പോൾ അവൾ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ കുറേ ഹെൽപ്പിംഗ് ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ കുറേ ഫണ്ണായിരിക്കും, അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ബി മോർ ലൈക്ക് ഫ്രണ്ട്സ് ടോക്ക് പോലെ ഇരിക്കും, പക്ഷേ കുറച്ച് സംസാരിക്കാൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം എന്നും വിചാരിച്ച് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വെൽക്കം ചിഞ്ചു ടു മൈ ചാനൽ, ടു ദിസ് ഷോ. ഓക്കെ, ഇത് ഷോ ഒന്നും അല്ല, ഇത് വെറുതെ ഒരു സാധാരണ ഒരു ഗായത്രി ഷോ, സംസാരം പോലെ. നമ്മളിപ്പോ എളിമണി ഷോ എന്നൊക്കെ പറഞ്ഞ ഗായത്രി ഷോ ഒരാഗ്രഹം. പക്ഷെ ഒരു ജസ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്, അതിങ്ങനെ ചിഞ്ചു പറയണം. അതാണ് ടാസ്ക്. നീ ഇത് വിട്, മസിൽ അഭിനയിക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു സാധാരണ നമ്മളിങ്ങനെ സംസാരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ള. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ചിഞ്ചുവിനെ കുറിച്ച് പറയാൻ മുമ്പ്, ചിഞ്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ MBBS എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഫൈനൽ ഇയർ ആണ്. പക്ഷേ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇപ്പം എനിക്കാണെങ്കിലും ചിഞ്ചുവിനാണെങ്കിലും എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ചിഞ്ചു ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഇതാണ്, ഫെയിമാണ്, ഇച്ചിരി ഫേമസ് ആണ്. അപ്പം ലൈക്ക് സാധാരണയെക്കാട്ടിലും എന്തോ ഒരു കുറച്ച് സ്പെഷ്യാലിറ്റി ചിഞ്ചുവിനുള്ള പോലെ. ഇപ്പം ചിഞ്ചുവിൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ചിഞ്ചു ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു വിവരമില്ല, ബോധറിയൂലാന്ന്, ഭയങ്കര ഒരു ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. ലിറ്ററലി ഷീ ഈസ് ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുന്നതല്ല, സീരിയസ്ലി. അങ്ങനെ ഭയങ്കര വെറീസ് ഇല്ലല്ലോ ലൈഫിൽ, ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടൊരു ട്രാൻസ്മിറ്റ് ചെയ്ത് തരും. അങ്ങനെ തരും. ഇപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറയും ഡിപ്രഷൻ, വിഷമമുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷെ ചിഞ്ചു അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതാ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, വൈ ലൈഫ് ഇസ് സോ സിമ്പിൾ ടു യു? ലൈക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ടഫ് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളൊരു സെൽഫ് ടോക്ക് ചെയ്യുമല്ലോ ഉള്ളിലിപ്പം, കുഴപ്പമില്ല. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഉള്ളിൽ വിചാരിക്കുമല്ലോ, അങ്ങനെ എന്താണ് ചിന്തി വിചാരിക്കുന്നത്? അതല്ല, ഞാൻ ഇപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ ടഫ് സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ വിചാരിക്കൊന്നുമില്ല, ചെയ്യും. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞത് സത്യം പറയാൻ അങ്ങനെ ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഓക്കെ, എന്താ ടഫ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുമെന്നാണോ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ എന്നെ ഫോറൻസിക് ഇപ്പം എക്സാം ഫസ്റ്റ് ഇങ്ങനെ കുറെ പ്രശ്നമൊക്കെ വന്നില്ലേ, ഞാനുണ്ടായിരുന്നു. അപ്പൊ എന്താ വിചാരിക്കുന്നത് ആദ്യമേ? ലൈക്ക് സം പീപ്പിൾ ടെൽ ലൈക്ക് ഞാൻ എൻ്റെ ഏറ്റവും ആയിട്ടുള്ള ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ ഫ്യൂച്ചർ ഞാൻ ആദ്യമേ ഇമാജിൻ ചെയ്യും മനസ്സിൽ. അപ്പോൾ എനിക്കൊരു ഈ സംഭവം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കറേജ് കിട്ടും എന്നൊക്കെ പറയും. അതേപോലെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്യാറില്ല. ചിന്തിക്കാതിരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളെ പറ്റി അത്രേ ഉള്ളൂ. ചിന്തിക്കാതിരിക്കുക, അതാണ് എൻ്റെ ഒരു മെസ്സേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ എങ്ങനെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലൈക്ക് ചിഞ്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, MBBS പഠിക്കുന്നുണ്ട്, ഡാൻസ് റീൽ ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചാനലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സം പീപ്പിൾ ടെൽ ദാറ്റ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. നമുക്ക് ഒരു കാര്യം ഒറ്റ സമയത്ത് നല്ലപോലെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇപ്പം നീ മൺഡേ ടു സാറ്റർഡേ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇപ്പം യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ആർ എ ടീച്ചർ.
അപ്പം നിനക്ക് ഡാൻസ് പഠിപ്പിച്ചേ പറ്റും. അപ്പം അങ്ങോട്ട് പോകണം, അതൊരു ആക്ച്വലി ഒരു റിസ്ക് അല്ലേ. യൂഷ്വലി പീപ്പിൾ ഡോണ്ട് ഡൂ ദാറ്റ്. അപ്പം അങ്ങനെ എക്സ്ട്രാ എഫേർട്സ് ഇടുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ആ ഒരു ബാലൻസ്? അതെന്ന് പറയുമ്പോൾ ഇപ്പം ഒന്നാമതായി നമുക്ക് ഇഷ്ടമാണ് ചെയ്യാനുള്ള ഇതിനുള്ള ഒരു താല്പര്യം. അപ്പോൾ സോ നമുക്കതൊരു റിസ്ക് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ എന്ന് പറയുമ്പം മണി അത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറയും അങ്ങനെയല്ല. അപ്പം നമ്മൾ സ്റ്റുഡൻസ് ആണ്, അപ്പം നമുക്ക് എപ്പോഴും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ വീട്ടുകാരായിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. സോ കയ്യിൽ എന്തെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് വേണം. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് ഐ തിങ്ക്. സോ അപ്പം അതുകൊണ്ട് എനിക്ക് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കതൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഈ ലീവുള്ള ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്കത് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഹോസ്റ്റലിൽ ഇരിക്കാമെന്ന് വെറുതെ ഇരിക്കാന്നുണ്ടെങ്കിൽ സോ ആ സമയം വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഈ ഫ്രൈഡേ സാറ്റർഡേ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാന്നുള്ളത് ഇറ്റ് ഇസ് എ നോട്ട് റിസ്ക് എലമെന്റ് ഫോർ മീ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ അപ്പം ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് 10th ആയതുകൊണ്ട് ഈ വട്ടം കലോത്സവത്തിനില്ല, അല്ലെങ്കിൽ 12th ആകുമ്പോൾ ഇല്ല എന്നൊക്കെ ഉണ്ട്. ചിഞ്ചു ഈസ് ഫൈനൽ ഇയർ ആൻഡ് ഷീ ഈസ് പ്ലാനിങ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ 3 items ഇൻ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് സോണൽസ്. അപ്പം ഭരതനാട്യം, കുച്ചിപ്പുടിയും, ഫോക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഇപ്പം നമുക്ക് എന്തായാലും ഒരു വെറി ഉണ്ടാവും. അപ്പം അമ്മയും അച്ഛനും ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും, എല്ലാം കൂടെ പറ്റുമോ, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള. ചിലപ്പം എൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ 10th ഇപ്പം ഡാൻസ് മത്സരിക്കണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പോയി കളിക്കുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതിരുന്നത് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് എന്താണ് പറയുക? നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കണം എന്നാലോചിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യാത്ത സമയമാണ് ഞാൻ ഒട്ടും പഠിക്കത്തില്ല. പക്ഷേ ഈ ഡാൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ വരും. അയ്യോ കൂടുതൽ സമയം ഇതിനെ പോയി പഠിക്കാൻ ഞാൻ അതാകുമ്പോൾ നമുക്ക് പഠിക്കണ്ടേ, അപ്പോൾ അങ്ങനത്തെ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവും. അപ്പോൾ ഇത്രയും സമയം പ്രാക്ടീസ് ചെയ്ത് ബാക്കി സമയം പഠിച്ചാലും ഞാൻ ചിന്തിക്കുകയും ചെയ്യും. അല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഫുള്ള് മടി, ഒരു ഉണർവില്ല, വെറുതെ ഫോണിൽ കളിച്ച് കിടക്കുക, ഇതൊക്കെയാണ് പതിവ്. പക്ഷേ ഈ പ്രാക്ടീസ് ഉള്ള സമയത്ത് എനിക്ക് തന്നെ തോന്നും ഇത്രയും സമയം ഇനി പ്രാക്ടീസിന് പോയി അപ്പോൾ ഇനി പഠിക്കണ്ടേന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇതുള്ള സമയത്താണ് ഞാൻ കൂടുതലും പഠിക്കണം എന്ന് എനിക്ക് തോന്നാറ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇപ്പം 10 ആണെന്ന് പറഞ്ഞ പാരൻസിനെ എനിക്ക് തോന്നുന്നു പാരൻസിനെ പറഞ്ഞിട്ട് എല്ലാവർക്കും നമുക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റൂല. കാരണം പാരൻസിന് എന്തായാലും കുട്ടികൾ സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുക. സോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പാരൻസ് ആണെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അവർക്ക് അങ്ങനെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവരത് പഠിക്കും. ഇത് പഠിക്കാനുള്ളതും അവരത് പഠിക്കും. എന്നുവെച്ചാൽ ഇത് കൂടുതൽ അവർക്ക് സപ്പോർട്ടാണ് കൊടുക്കും, ഒരു മെൻ്റൽ സപ്പോർട്ടാണ് അവർക്ക് ഈ നമ്മൾ ഈ എന്താ പറയുക എക്സ്ട്രാ കരിക്കുലറായിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നില്ല, അതൊരു എക്സ്ട്രാ മെൻ്റൽ സപ്പോർട്ടാണ് അവർക്ക് കിട്ടുന്നത്. സോ അവരതൊന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ലെറ്റ് ദം ഡു. പിന്നെ ഡു യു റിയലി ഫൈൻഡ് ദിസ് MBBS ഇസ് ടഫ്? MBBS ഭയങ്കര ടഫാണെന്ന് തോന്നുന്നു. ആക്ച്വലി MBBS ടഫാണ്, പക്ഷേ നമ്മളതങ്ങനെ കാണാത്തത് കൊണ്ടായിരിക്കും പാസ്സായി വന്നു, സത്യം പറയാം. അപ്പോൾ കാരണം നമ്മൾ ഇപ്പം ശരിക്കും അങ്ങനെ ചെയ്യരുത്, ഞാനതൊരു മെസ്സേജായിട്ട് പറയുന്നതല്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാംസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഫ്യൂച്ചറിനത് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കണം, കേസ് കാണണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിനെ പറ്റിയൊരു മെസ്സേജ് തരാൻ ഞാൻ ആളല്ല. കാര്യം ഞാൻ അങ്ങനത്തെ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എക്സാമിനെ പാസ്സാവാൻ വേണ്ടി അങ്ങനെയല്ല, നമ്മുടെ ഇതിനൊക്കെ ഇടയിൽ നമ്മൾ പാസ്സാവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്. പക്ഷെ അത് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ എന്താ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ തീർന്നു. പാടാണ് ശരിക്കും. MBBS ടഫാണ്, അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എല്ലാതും മാറ്റി വെച്ച് പഠിത്തം മാത്രമാക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താ സബ്ജക്റ്റ് തന്നെയാണ് MBBS എന്ന് പറയുന്നത്. കോഴ്സാണ് MBBS എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ചിഞ്ചുവിൻ്റെ സന്തോഷം എന്താണ്? ശരിക്കും എൻ്റെ സന്തോഷം എല്ലതും വേണം. എല്ലതും വേണം. ഡാൻസ് മാത്രമായിട്ട് പറഞ്ഞാൽ എനിക്കൊരിക്കലും സന്തോഷം കിട്ടൂല. പഠിത്തം മാത്രമാണ് ഒരിക്കലും സന്തോഷം കിട്ടൂല. ഫ്രണ്ട്സ്
എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഫാമിലി മാത്രമാണെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടില്ല, പക്ഷെ എനിക്ക് അതിനെക്കാട്ടും സന്തോഷം കിട്ടിയ ഫ്രണ്ട്സ് മാത്രമാണെങ്കിൽ പിന്നെ എനിക്ക് അതിനെക്കാട്ടും സന്തോഷം കിട്ടും. അപ്പം എല്ലാതും വേണം, അതിനൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോണത്, ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഡാൻസ് ഉണ്ട്, പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കോളേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലതും കൂടെ ഒന്ന് ചേരുമ്പോഴാണ് ശരിക്കും കഴിഞ്ഞുള്ള ഒരു ലൈക്ക് നമ്മൾ +2 കഴിഞ്ഞ് അവർ നീറ്റ് എഴുതുന്ന കാലം ഓർമ്മയുണ്ടോ? ഒരു പീരീഡ് ഓഫ് അൺസർട്ടനിറ്റി. അത് കഴിഞ്ഞ് നമുക്ക് കോളേജ് കിട്ടുന്നു. ആ ഒരു പീരീഡ് ഇനിയും നമുക്ക് വരാൻ പോവാം. ലൈക്ക് ഹൗസ് ലഞ്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നീറ്റ് PG ആണോ അല്ലെ ജോലി ചെയ്യുവാണോ ഇപ്പോൾ കല്യാണം കഴിക്കുവാണോ, അങ്ങനെ ഒരു പീരീഡ് ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ടോ? കാരണം എനിക്ക് +2 കഴിഞ്ഞപ്പോഴാണെങ്കിൽ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പം ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലായിരുന്നില്ല. ഞാൻ ഫുള്ള് ഹോസ്റ്റലിൽ അവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ എനിക്കത് സ്ട്രെസ് എടുത്തൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിരുന്നു, പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ്, പഠിക്കുകയും ചെയ്യും. അപ്പോൾ വരെ നമ്മൾ അവിടെ അപ്പുറത്തെ ഹോസ്റ്റലിലായിട്ട് പാട്ടും ഡാൻസും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു പേടിയൊന്നും വരുന്നില്ല. ഇനി എന്താ വരാൻ പോകണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്കൊന്നും അതിനെക്കാട്ടും കുറച്ചും കൂടെ വേഴ്സ്റ്റ് ആയിരിക്കും ഇനി വരാൻ പോകണം. കാര്യം അത് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞു, നമ്മൾ ജോലി ചെയ്യേണ്ട പ്രായം കൂടി 26 വയസ്സായി. ജോലി കഴിയുമ്പോൾ കഴിയുമ്പോൾ 26 വയസ്സാവും. അപ്പം എന്തായാലും അതിനെക്കാട്ടും കുറച്ചും കൂടെ ഒന്ന് ചിലപ്പോ ഞാൻ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ സമയം. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സായിരുന്നു. അത് ഡിപ്പെൻസ്, ഓരോരുത്തരനുസരിച്ചിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ അതൊന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ വേറൊരു സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത നമ്മൾ ഭയങ്കര പേടിച്ച് പോയൊരു സ്ഥലത്ത് നമ്മൾ അത്ര എൻജോയ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. പക്ഷെ എന്നാലും എന്താ എനിക്കിഷ്ടമാണ്, അതിനെ പറ്റി ആലോചിക്കാൻ എനിക്കിഷ്ടമാണ്. അതാ. പിന്നെ ഒരു ഇത് പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ 26 വയസ്സാവും ഇത് കഴിയുമ്പോൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും അതാണ്. ലൈക്ക് നമുക്കൊന്ന് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഇപ്പോൾ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ കല്യാണമാണെങ്കിലും കഴിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു എൽഡർലി പ്രൈമറി ആവുന്നതിൻ്റെ വറീസ്, ഫാമിലി സെറ്റിൽ ചെയ്യണതിൻ്റെ വറീസ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ വറീസ് ഒന്നുമില്ല. കാരണം ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമല്ല. കാരണം അതിനെപ്പറ്റി സമയമാകുമ്പോൾ വീട്ടുകാർ ചിന്തിച്ചോളും. കാരണം അവർക്ക് നമ്മളെ പറ്റിയൊരു ബോധം ഉണ്ടല്ലോ, നമ്മൾ പ്രായമാവുന്ന കെട്ടിക്കണം എന്നൊക്കെ ഉള്ളൊരിതാ. അപ്പം അതിന് സമയമാകുമ്പോൾ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അവരത് സമയമാകുമ്പോൾ അവർ തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പോൾ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യനും, ഇത് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പം ഫസ്റ്റ് ഇയർ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ചിഞ്ചുവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയുന്നത്, നമ്മൾ ഡോക്ടർമാർ കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം എനിക്കങ്ങനെയൊന്നും ഇല്ല. വേറെ ഫ്രം പ്രൊഫഷൻ ആണെങ്കിൽ അത്രയും നല്ലതെന്ന്. അപ്പം അതെന്താ അങ്ങനെ? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ലത് എവിടെ നിന്നാണോ കിട്ടണത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഡോക്ടറാണെന്നും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ താല്പര്യം, മറ്റേത് താല്പര്യം കുറവ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഭയങ്കര ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം, നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് പ്രൊഫഷൻ ഡസൻറ്റ് മാറ്റർ. ഐ തിങ്ക് വാട്ട് മേക്സ് എ ഗൈ മോർ സ്പെഷ്യൽ ടു യു? എൻ്റെ ഫ്രണ്ടാണോ? അതാ, വേറെ ഒന്നും വേണ്ട, എൻ്റെ ഫ്രണ്ടായിരിക്കണം. ഒരു പ്രേമം എന്നുള്ളൊരിത് വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ആളെൻ്റെ ഫ്രണ്ടായിരിക്കണം, അത്ര. എനിക്ക് മനസ്സിലാവത്തില്ല, ഞാൻ തന്നെ എഴുതിയത്. എൻ്റെ മുടി സ്ട്രൈറ്റ് എന്താണ് ഇതിന്? അല്ല, മുടി ചിഞ്ചുന് ആക്ച്വലി നേരത്തെ നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീട്ടിൽ ഇങ്ങനെ ചെയ്തത്? നല്ല സ്ട്രെയിറ്റ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് എന്താ പറയാ, ഫ്രിസി ആയിട്ട് കിടക്കുന്ന ആൾക്കാർ ഇപ്പം മുടിയുടെ കാര്യമല്ല, ഇപ്പം എന്താണേലും ഇപ്പം ഒരു നമ്മൾ പുറത്തുനിന്ന് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു മേക്ക് ഓവർ വന്നു അവൾക്ക് സുന്ദരിയായി എന്ന് പറയുന്ന പോലെ അല്ല ഇപ്പം നാട്ടുകാരല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയുമോ അവള് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഭയങ്കര ഫാഷന്, അങ്ങനെ ഒരു ഇത് കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വേറെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഗ്യാങ്ങാണ്. അപ്പം ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ഇത് പോയി, ഒരു നാടനല്ല എന്താ പറയുക, ഒരു ഐശ്വര്യ, ആ ഒരു സംഭവത്ത് അത് പോയി അത്രേ ഉള്ളൂ. പിന്നെ നാട്ടുകാരൊന്നും പറയൊന്നുമില്ല.
നാട്ടുകാർ പറഞ്ഞാൽ നമ്മളത് അല്ലാതെ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുകയില്ല. പിന്നെ ബാക്കോട്ട് തിരിഞ്ഞാലൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ഫ്രണ്ട് നോക്കിയൊന്നും മനസ്സിലാവില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ലൈക്ക് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും? സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതങ്ങനെ വലിയ ആഗ്രഹമൊന്നുമല്ല. അങ്ങനെ അതിനു വേണ്ടി കഷ്ടപ്പെടാനും അതിനു വേണ്ടി പുറകെ നടക്കാനും അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ടൊരു ചാൻസ് പറഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് ഭയങ്കര വലുതായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. വേറെ എന്താ എക്സ്പ്ലോർ ചെയ്യാത്ത ആഗ്രഹം? കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട്, അതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കൂടെ കുറച്ച് സ്ഥലം അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാണ്ട് സോളോ ട്രിപ്പ് പോകും? ഇല്ല, ഒരിക്കലും ഇല്ല. ചിഞ്ചു എന്ന് പറയുന്ന ഒരു ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് മനുഷ്യന്മാരുടെ ഒരു കുട്ടി എന്ന് വേണം. ഐ മീൻ യുവർ എ പീപ്പിൾ പേഴ്സൺ. അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ ചിഞ്ചുവിന് അങ്ങനെ സോളോ വൈബ് ഇല്ല. എനിക്ക് അങ്ങനെ സോളോ ട്രിപ്പ് പോകാനും ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എല്ലാവരും പറയും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സോളോ ട്രിപ്പ് അടിപൊളി എപ്പോഴും നമ്മൾ ഗ്രൂപ്പായി ട്രിപ്പ് പോയാൽ പേരെ സോളോ വൈബ് പഠിക്കുന്ന ഇവളാണ്. അപ്പം എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് എന്നുള്ള സംഭവമേ ആലോചിക്കാൻ എനിക്ക് പെട്ടെന്ന് അവിടെ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പോകും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇത്ര. പിന്നെ എന്തൊക്കെയാണ് ഒരു ഔട്ട്ലുക്ക് ഓഫ് ലൈഫ് ആസ് ഹോൾ അങ്ങനെ ചിന്തിക്കൂല? അതാണ് ഞാൻ പറഞ്ഞത്. എന്തിനപ്പോ നമ്മൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഗോ വിത്ത് ദ ഫ്ലോ എന്നോ മാത്രല്ല പറയുന്നത്, ഭയങ്കര ഒരു ബുദ്ധിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും. പക്ഷെ ഗെയിംസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഭയങ്കര ഒരു കൺസേൺ ഉള്ള ഒരാളോ അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഓവർ തിങ്കിങ് ഇല്ല അങ്ങനെ പറഞ്ഞാൽ മതി. ഇവർക്കൊക്കെ ഭയങ്കര ഓവർ തിങ്കിങ്. കുറെ എനിക്കറിയണ കുറെ ആൾക്കാർ വെറുതെ ഇങ്ങനെ ആലോചിച്ചു വിട്ട് എന്തിനാ സംഭവിക്കാത്ത കാര്യമുള്ള പേടി ഉണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെടുമോന്ന് പേടി ഉണ്ടാവാൻ അങ്ങനെ ഒരാളില്ല. ആളല്ല ഞാൻ പറഞ്ഞത്, എന്തു ആവാൻ ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. അതൊക്കെയാണ് ചിലർക്ക് അങ്ങനെയൊക്കെ ആലോചിച്ച് പേടി. നഷ്ടപ്പെടാൻ ഇപ്പൊ നഷ്ടപ്പെടാനുള്ളത് MBBS മാത്രമേ ഉള്ളൂ. തോറ്റു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പം അത് പഠിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ അങ്ങനത്തെ വേറെ ഒന്നും ഇല്ല. ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. തിങ്ക് ചെയ്യാണ്ടിരുന്ന അത്രയും പിന്നെ അക്കാഡമിക്സ് അതൊന്നും ഇല്ല ചോദിക്കാൻ. എന്തായാലും എന്നോട് ചോദിക്കാനുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് തെറ്റാന്ന് ഞാൻ പറയൂല. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ഭയങ്കര ചിന്തിക്കുന്നത് എന്തിനാ? പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചിന്തിക്കുന്നത് നമുക്ക് ടെൻഷൻ കൂടേ ഉള്ളൂ. ചിലപ്പോൾ നല്ല കാര്യമാണെങ്കിൽ ഓക്കെ, ചിന്തിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഈ വെറുതെ എല്ലാ പോസിബിലിറ്റിയും അതാ അതെന്തിനാണ്? അതെനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിലതൊക്കെ അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. സന്തോഷം കിട്ടും? ഇല്ല. പിന്നെ അത് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഓവർ തിങ്കിങ് ആണ്, നല്ലതല്ലാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എല്ലാം ഇപ്പൊ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ചീത്ത സ്വഭാവം ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യും. എൻ്റെ എന്ത് മൂഡാണേലും ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ സന്തോഷമാണെങ്കിൽ അതും ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യും, വിഷമമാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് ഇതാവും. ചിഞ്ചു അങ്ങനല്ല. ചിഞ്ചു ഈസ് ഒരു കാര്യത്തിൽ ചിഞ്ചുവിന് കൺസേൺ ഉള്ള ബാക്കിയുള്ളവരുടെ മൂഡ് ഡിസ്ട്രോയ് ചെയ്യരുത്, അങ്ങനെ ഒരു കൺസേൺ ഇല്ലേ? ബാക്കിയുള്ളവരെ കുറച്ച് ഇതാക്കി വെക്കണം, അങ്ങനെ ഒരു കൺസേൺ ഉള്ളവർ. എനിക്കതില്ല. എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പരമാവധി ബാക്കിയുള്ളവരെ അറിയിക്കുന്നതില്ല. പക്ഷെ അതെത്ര ബാഡായിട്ടാണ് ചിഞ്ചുവിനെ അഫക്ട് ചെയ്യണേന്ന് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഞാനത് പറഞ്ഞേ എനിക്ക് കഴിയൂന്നുള്ളത്. ഇപ്പം അതങ്ങനെ മൂടി വെക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങളാണ്. മൂടി വെക്കുന്നോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ പ്രശ്നം ബാക്കിയുള്ളവർ അതല്ലേ, അതിനെക്കാട്ടും നല്ലത് പറയാണ്ടിരിക്കുന്നതല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ളവരും കൂടെ അതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നും. പിന്നെ കഴിയണതും ബാക്കിയുള്ളവരെ അറിയിക്കാണ്ടേ ഇരിക്കുക. നമുക്കൊരു വിഷമം ഉണ്ടെന്ന് അങ്ങനെ ആക്കാറില്ല. പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ എന്തായാലും പിടിക്കുമല്ലോ. നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ കരണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണൊക്കെ വീർത്തിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പറയും. അങ്ങനെ മറച്ചു വെക്കലൊന്നുമില്ല. പക്ഷെ അറിഞ്ഞാൽ പിന്നെ ബാക്കി പറയാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു നല്ല കറക്റ്റ് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് പോയ പോലെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് അമ്പലത്തിലെങ്കിലും പോയിട്ട് കരഞ്ഞൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ അമ്പലത്തിൽ പണ്ട് എനിക്ക് ഒട്ടും അമ്പലത്തിൽ പോകണ ഒരു താല്പര്യമുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് പിന്നെ എനിക്ക് തന്തവൈ പഠിക്കണതാണോടാ. ഇപ്പം എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ പോകണമെന്ന്. എനിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിരിക്കണം എനിക്ക് തോന്നും. പക്ഷെ പഠിക്കുന്ന അമ്പലത്തിൽ പോയാലോ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ആയിരിക്കാം. ഞാൻ ആക്ച്വലി ഒന്നും പ്ലാൻ ചെയ്യാതെ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്.
വിചാരിച്ച് ഇതേപോലെ എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിച്ച് അവരുടെ ലൈഫ് ഇങ്ങനെ കിട്ടണം. പക്ഷെ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. ബൈക്കില്ല, ഒരു ക്യാമ്പസ് സ്റ്റാൻഡ് പോലും ഇല്ല. പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ അല്ല, ഞാനങ്ങനെ വലിയ ഇൻ്റർവ്യൂറൊന്നും ആവില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇതിൽ നിന്നിപ്പോൾ ചിഞ്ചു പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തോന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. സോ താങ്ക് യു. ബൈ.